1793 വധിച്ചത്. പ്രളയം എന്ന് പറഞ്ഞ ആരാണ്? എനിക്ക് ശേഷം പ്രളയം ജീൻ പോൾ മാർട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ദി ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾസിലൂടെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. LDC ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാം. ഡൗൺലോഡ് CC ആപ്പ്, ചേഞ്ച് യുവർ കരിയർ. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഒക്കെ അടുത്തു അല്ലേ? നമ്മളെല്ലാവരും വളരെ തീക്ഷ്ണമായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഡിഗ്രി എക്സാമുകൾക്കൊക്കെ എന്താണ്, ഓരോ സിലബസിൽ നിന്നും നമ്മുടെ സിലബസ് വൈസ് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വേൾഡ് റെവല്യൂഷൻസിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെന്താണ് പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ? അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം അറിയപ്പെടുന്ന പേരാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതു സുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബിസ്പിയർ ആയിരുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? വിപ്ലവാനന്തര ഫ്രാൻസിന്റെ ആദ്യ കൗൺസിലായി അധികാരമേറ്റത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1789 ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് ഇതെല്ലാം? ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ? അപ്പോ ഇത് നോക്ക്, ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം കോണ്ടിനെന്റൽ വ്യവസ്ഥയാണ് അല്ലെ? നമുക്കറിയാം ബെർലിൻ മിലൻ വ്യവസ്ഥ എന്ന പേരിലാണ് എന്താണ് ഈ ഒരു കോണ്ടിനെന്റൽ വ്യവസ്ഥ ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടപ്പിലാക്കിയത്. അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ആര് ഫ്രാൻസിന്റെ അധികാരത്തിൽ വരുന്നത്? നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരത്തിൽ വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന വർഷം ചോദിച്ചാൽ ഏതാണ്? 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത്. ഈ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തി ഏത് ചക്രവർത്തി ആയിരുന്നു? ലൂയി 16 അല്ലെ? ഏത് ചക്രവർത്തിയാണ്? ലൂയി 16. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലൂയി 14 ലൂയി 14. ഈ ലൂയി 14 പ്രശസ്തനായ മന്ത്രി ആയിരുന്നു ആര്? കോൾബർഗ്. ഈ കോൾബർഗ് ആണ് 1664 ആ ഒരു ടൈമിൽ എന്ത് സ്ഥാപിച്ചത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഇവര് പറഞ്ഞ ഈ ലൂയി 14 ലൂയി 15 ഒക്കെ പറഞ്ഞ കുറച്ച് പ്രശസ്തമായ കുറച്ച് വാചകങ്ങളുണ്ട് അല്ലെ? അപ്പോ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ്? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. അതുപോലെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആരാണ്? എനിക്ക് ശേഷം പ്രളയം ലൂയി 15 അല്ലെ? അതുപോലെ തന്നെ ഈ ലൂയി 16 പ്രശസ്തയായ കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി അന്റോണിയറ്റ്. അവർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് ആ വാചകം? ഫ്രാൻസില് ഭയങ്കര പട്ടിണി ദാരിദ്ര്യമായിരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു? അവിടുത്തെ ഫ്രാൻസിലെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങള് ഭക്ഷണമില്ലാതെ, റൊട്ടിയില്ലാതെ, എന്താണ് അവരുടെ സാധാരണക്കാരുടെ ഭക്ഷണമാണ് റൊട്ടി അല്ലെ? ആ റൊട്ടി ഇല്ലാതെ അവരെന്ത് ചെയ്തു? കൊട്ടാരത്തിലേക്ക് ഒരു പ്രകടനം നടത്തി. അപ്പൊ ഈ മേരി അന്റോണിയറ്റ്, ലൂയി 16 കുപ്രസിദ്ധ ഭാര്യയായ മേരി അന്റോണിയറ്റ് പറഞ്ഞ വാചകമാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. അപ്പൊ അവർക്ക് റൊട്ടി പോലും, സാധാരണക്കാരുടെ ഭക്ഷണമായ റൊട്ടി പോലും അവർക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഇവർ പറഞ്ഞാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നൂടെ. ആ ഒരു വാചകം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ആരാണ്? മേരി അന്റോണിയറ്റ് ആണ്. അതുപോലെ തന്നെ അവരെ കുറിച്ച് പറയുവാണെങ്കിൽ പറയുന്നതാണ്, സുന്ദരിയാണ് പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മേരി അന്റോണിയറ്റിനാണ് കേട്ടോ. അപ്പോ ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഈ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത്, ഈ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രമായിരുന്നത് കൊട്ടാരം. ഏത് കൊട്ടാരമാണ്? വേഴ്സായിസ് കൊട്ടാരമാണ് കേട്ടോ. വേഴ്സായിസ് കൊട്ടാരം. ഓക്കെ, അതുപോലെ ഈ ഫ്രാൻസിലെ ഭരണാധികാരികൾ ഏത് രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു? ബൂർബൺ രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു.
അപ്പോൾ ഈ ഫ്രാൻസിലെ ജനങ്ങളെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാരാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ. രണ്ടാരാണ്? പുരോഹിതൻ. 2 പ്രഭുക്കന്മാരാണ്. മൂന്നാമത് സാധാരണക്കാരാണ് അല്ലെ, കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണക്കാർ എന്ന് വെച്ചാൽ കൃഷിക്കാര്, കച്ചവടക്കാർ, ടീച്ചേഴ്സ്, മാധ്യമപ്രവർത്തകർ, അങ്ങനെയുള്ള പത്രപ്രവർത്തകർ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നതാണ് ഈ താഴത്തെ എസ്റ്റേറ്റിലുള്ളത് എന്ന് വെച്ചാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി ഭാരം വഹിച്ചിരുന്നത് ആരാണ്? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നതും ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ നികുതി ഭാരം വഹിച്ചിരുന്നതും ആരാണ്? ഇവരാണ്, ഈ താഴത്തെ എസ്റ്റേറ്റിലാണ്. പുരോഹിതന്മാർക്ക് എന്താണ്? പുരോഹിതന്മാർ ഇവരിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ഇവരിൽ നിന്ന് നികുതി വാങ്ങിച്ചിരുന്നു, ഈ സാധാരണക്കാരിൽ നിന്ന്. അതുപോലെ തന്നെ ഈ സാധാരണക്കാർ ആർക്ക് നികുതി കൊടുക്കണമായിരുന്നു? സർക്കാരിനും നികുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി ഭാരം വഹിച്ചിരുന്നത് ആരാണ്? ഈ സാധാരണക്കാരാണ്. അപ്പോൾ ഫ്രാൻസിൽ കൂടുതൽ ജനങ്ങൾ എന്താണ്? ഫ്രാൻസിൽ 10 പേരുണ്ടെങ്കിൽ 9 പേരും മരിക്കുന്നത് എന്താണ്? ഭക്ഷണമില്ലാതെ പട്ടിണിയിലെ ദാരിദ്ര്യത്തിലുമാണെങ്കിൽ ഒരാൾ മരിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ്? അജീർണനം കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഫുഡ് ഒരുപാട് കഴിച്ചിട്ട് എന്താണ് അത്രയും ദഹനക്കേട് കൊണ്ടാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണക്കാർ കൂടുതലും പട്ടിണിയിൽ മരിക്കുന്നു. അപ്പോൾ ഈ പ്രഭുക്കൻ അവർ എന്താണ് നല്ല ഹൈ ലെവൽ ജീവിതമാണ് നയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ജനങ്ങളൊക്കെ ഒത്തുകൂടി ഫ്രഞ്ച് രാജാവിനെതിരെയൊക്കെ എന്ത് ചെയ്തു? സമരം നടത്തി. അതിനുശേഷം അധികാരത്തിൽ വരുന്നതാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് ബാക്കി രാജ്യങ്ങളൊക്കെ നെപ്പോളിയനുമായിട്ട് കൂടി എന്ന് വെച്ചാൽ ഫ്രാൻസിന്റെ ആ ഒരു മേൽക്കോയ്മ അംഗീകരിച്ചു. പക്ഷെ ഇംഗ്ലണ്ട് അംഗീകരിച്ചില്ല. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. അതാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്, കറക്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബിസ്പിയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അവിടെ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ തലവനായിരുന്ന വ്യക്തിയാണ് റോബിസ്പിയർ. എന്ന് വെച്ചാൽ ഫ്രാൻസിൽ രാജപക്ഷക്കാരെ എല്ലാവരും എന്ത് ചെയ്തു? ഈ റോബിസ്പിയർ ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ച് തലയറുത്ത് കൊന്നു. അങ്ങനെ ഗില്ലറ്റിൻ എന്ന ആ ഒരു ഉപകരണം ഉപയോഗിച്ച് തലയറുത്ത് കൊന്നുവരിൽ ഉള്ളതാണ് നമ്മുടെ ഒരു പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ആരാണ്? ലാവോസ്വിയർ. ആ ഒരു സമയത്ത് മരണമടഞ്ഞാണ്. ഓക്കെ, അപ്പോൾ പശക്കാരായ പ്രഭുക്കന്മാരെയും അതുപോലെ പുരോഹിതന്മാരെയും അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? കുറേ സാധാരണക്കാരും എന്ത് ചെയ്യുന്നു? ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരെയും എന്ത് ചെയ്തു? ഈ റോബിസ്പിയർ എന്ത് ചെയ്തു? ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ച് കൊല്ലപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബിസ്പിയർ ആണ്. ഈ റോബിസ്പിയറുടെ ഭരണ കാലഘട്ടമാണ് ഫ്രാൻസിൽ ഭീകരവാഴ്ചക്കാലം. ഫ്രാൻസിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭീകരവാഴ്ചക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? രണ്ടും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. മൂന്നാമത്തെ എന്താണ്? വിപ്ലവാനന്തര ഫ്രാൻസിന്റെ ആദ്യ കൗൺസിലായി അധികാരമേറ്റത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പോൾ ഈ റോബിസ്പിയറിനെയൊക്കെ ആൾക്കാർ മടുത്തു. അയാളുടെ ഉപദ്രവം മടുത്തപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി എന്ത് ചെയ്തു? ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെ റോബിസ്പിയറിനെയും കൊന്നൊടുക്കി. അതിനുശേഷമാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ ഭരണാധികാരിയാവുന്നത്, ഫ്രാൻസിന് അധികാരം പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇത് കറക്റ്റ് ആണ് അല്ലെ. വിപ്ലവാനന്തര ഫ്രാൻസിന്റെ ആദ്യ കൗൺസിലായി അധികാരമേറ്റത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1789 അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ വധിച്ചത്. പക്ഷേ 1789 അല്ല അല്ലെ. ഏത് വർഷമാണ് വധിച്ചത്? 1793 വധിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് പറയുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1789 ജൂൺ 20 സംഭവം നടക്കുന്നത്. അപ്പോൾ ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ എന്ത് ചെയ്തു? അവിടുത്തെ ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചിട്ട് തങ്ങൾക്ക് ഫ്രാൻസിന് വേണ്ടി ഒരു പുതിയ ഭരണഘടന ഉണ്ടായതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് പിരിയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തു. അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എന്ത് പറയുന്നത്? അവിടുത്തെ ബാസ്റ്റൺ ജയിലിന്റെ തകർച്ച.
അത് ജൂലൈ 14 1789 ജൂലൈ 14 ആണ് എന്ത് പറയുന്നത് ബാസ്റ്റൺ ജയിൽ തകർച്ച. അതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് കണക്കാക്കുന്നതും എന്താണ് ഈ ബാസ്റ്റൺ ജയിലിന്റെ തകർച്ചയാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഏതൊക്കെയാണ് 1, 2, 3 എന്താണ് ശരിയായ പ്രസ്താവനയാണ്, 4 എന്താണ് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 1, 2, 3 ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 10 days that shook the world, അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കറക്റ്റ് ആണ് അല്ലെ? ഷുഗർ ആക്ട്, നാവിഗേഷൻ ആക്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പോ നമ്മൾ തീർത്ഥാടക പിതാക്കൾ, അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ തീർത്ഥാടക പിതാക്കൾ? നമ്മുടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്ക കണ്ടുപിടിച്ചത്. അമേരിക്ക പറയുമ്പോൾ ഏതാണ്? വടക്കേ അമേരിക്ക അല്ലെ? വടക്കേ അമേരിക്ക കണ്ടുപിടിച്ച ആരാണ്? കൊളംബസ് ആണ് അല്ലെ? അപ്പോൾ കൊളംബസ് വടക്കേ അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അതിനുശേഷം ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് കുറെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ഈ വടക്കേ അമേരിക്കയിലെത്തി. അവരെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ പിലിഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവര് വടക്കേ അമേരിക്കയിൽ എത്തിയതിനു ശേഷം അവിടെ അവർ എന്ത് ചെയ്തു? 13 കോളനികൾ സ്ഥാപിച്ചു. ഈ കോളനികൾ സ്ഥാപിച്ചതിന് ശേഷം അവരവിടെ എന്ത് ചെയ്തു? അവരുടെ വാണിജ്യ നയം, ഇംഗ്ലണ്ടിന്റെ വാണിജ്യ നയം അവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ആ ഒരു വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ്, എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും അതുപോലെ നാവിഗേഷൻ ആക്ടും അതുപോലെ ഷുഗർ ആക്ടും ഒക്കെ എന്താണ്? ഈ തീർത്ഥാടക പിതാക്കൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ച മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിലുള്ളതാണ്. അപ്പൊ എന്താണ് ഇത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാം ബോസ്റ്റൺ ടീ പാർട്ടി ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടില് ആഭ്യന്തര യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് ലണ്ടനിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു ക്ലബ്ബാണ് എന്ന് പറയുന്നത് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അംഗങ്ങൾ തലയിൽ വെച്ചിരുന്ന തൊപ്പി, ആ ഒരു തൊപ്പിയിൽ നിന്നാണ് എന്ത് പേര് ഇതിന് വന്നത്? ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന പേര് ഈ ഒരു പാർട്ടി ഈ ക്ലബിന് വന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താണ്? 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതെന്താണ്? ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ? 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ 10 days that shook the world, അത് ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷൻ അല്ല. ആ ഒരു 10 days that shook the world, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം അല്ലെ? എന്താ പറയുന്നത്? ലോകത്തെ പിടിച്ച് കുലുക്കിയ 10 ദിവസം. ഏതാണ്? റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യ ജോൺ റീഡിന്റെ ആണ് അല്ലെ? പുസ്തകം ആരുടെ ആണ്? ജോൺ റീഡിന്റേതാണ്. അപ്പൊ ഇതെന്താണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതല്ല. 10 days that shook the world ഏത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ വരുമ്പോ എന്താണ്? 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 4 എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അതിന് മുമ്പ് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഒരു 30 ഡേയ്സിലെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നല്ല രീതിയിൽ അത്യാവശ്യം ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഈ ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് കുറേ കൺഫ്യൂഷൻസ് തരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിന് പറ്റിയ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 30 ഡേയ്സ് 30 ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ ഈ ഒരു കോഴ്സ് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഏത് പ്രസ്താവനയാണ്? ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രസ്താവന, ടേലി, ടീത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേർണൽ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈഡ് പർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നോക്കിയിട്ട് ഏതാണ് ഇതിലെ ശരിയായ പ്രസ്താവന എന്ന് നോക്കാം. അപ്പോൾ ടെന്നീസ് കോർട്ട് സത്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അപ്പൊ അത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം, ഇതെല്ലാം എന്താണ് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ ആ ഒരു ഫ്രഞ്ച് സമൂഹത്തിൽ ആ ഒരു സമയത്ത് നിലനിന്നിരുന്ന നികുതിയാണ് അല്ലെ. ഈ ഗബല്ലെ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നിലനിന്നിരുന്ന ഉപ്പ് നികുതിയാണ് കേട്ടോ. ഗബല്ലെ എന്താണ്? ഉപ്പ് നികുതിയാണ്. ആ ഒരു 15ാം നൂറ്റാണ്ട് ആ ഒരു സമയത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉപ്പ് നികുതിയാണ് ഗബല്ലെ എന്ന് പറയുന്നത്. പിന്നീട് അത് നിർത്തലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1ഉം 2ഉം എന്താണ് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേർണൽ ആയിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. അപ്പോൾ അടുത്ത എന്താണ്? പ്രൈഡ് പർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. അത് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായിട്ട് ആ ഒരു ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ഇത് പ്രൈഡ് പർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുമ്പോൾ എന്താണ്? 1, 2, 3 എന്താണ് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ച എന്താണ് ശരിയായ പ്രസ്താവന ഏതെന്ന ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അടുത്ത എന്താണ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്ക്, നിയമങ്ങൾ ജനങ്ങൾ അനുസരിക്കുവാൻ സമ്മതിക്കുന്ന കാലത്തോളമേ അവ നിലനിൽക്കൂ. പ്രഭുക്കന്മാരുടെ നുങ്കം വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞാൽ മറ്റ് സമ്പത്തിന്റെ ഉടമകളോടും അവർ അങ്ങനെ തന്നെ ചെയ്യും. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ജീൻ പോൾ മൗട്ട് തന്റെ പത്രമായ ദ ഫ്രണ്ട് ഓഫ് ദി പീപ്പിളിലൂടെയാണ്. നമുക്ക് നോക്ക്, അത്യാവശ്യം വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. എന്താണ്? നിയമങ്ങൾ അനുസരിക്കുവാൻ സമ്മതിക്കുന്ന കാലത്തോളമേ അവ നിലനിൽക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾ ആ നിയമങ്ങൾ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ നിയമങ്ങൾ നിലനിൽക്കുള്ളൂ അല്ലെ. പ്രഭുക്കന്മാരുടെ നുങ്കം വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞാൽ മറ്റ് സമ്പത്തിന്റെ ഉടമകളോടും അവർ അങ്ങനെ തന്നെ ചെയ്യും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? നമുക്കറിയാം, ജീൻ പോൾ മൗട്ട് ആണ്. അദ്ദേഹത്തിന്റെ പത്രമായ ഏത് പത്രത്തിലൂടെയാണ് ജീൻ പോൾ മൗട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ദി ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾസിലൂടെയാണ്. ഓക്കെ, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, അടുത്ത എന്താണ്? ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ കോണ്ടിനെന്റൽ വ്യവസ്ഥകൾ നെപ്പോളിയൻ ഔപചാരികമായി പ്രഖ്യാപിച്ചത് 1806 ഓക്കെ, അപ്പോൾ ബെർലിൻ ശാസനം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടത്തിയ സാമ്പത്തിക ഉപരോധമാണ് അല്ലെ കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ബെർലിൻ മിനൽ ശാസനം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഏതാണ്? ഈ കോണ്ടിനെന്റൽ സാമ്പത്തിക ഉപരോധമാണ്. കോണ്ടിനെന്റൽ വ്യവസ്ഥകൾ നെപ്പോളിയൻ ഔപചാരികമായി പ്രഖ്യാപിച്ചത് 1806 ഓക്കെ. അതുപോലെ തന്നെ അടുത്ത എന്താണ്? ലോകത്തിന്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ഫ്രാൻസിനെ ഉപരോധിച്ചത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ
ലൂയി 16 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമർത്ഥനായ മന്ത്രി നെക്കർ അധിക ചെലവ് ചുരുക്ക പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. നെക്കറിന് ശേഷം അധികാരത്തിലെത്തിയ ട്യൂർഗോ കൃഷിയും വ്യാപാരവും പ്രോത്സാഹിപ്പിച്ചു. അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവനയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ടഫാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അതിന് പറ്റിയ ആ ഒരു രീതിയിലാണ് പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്